നമസ്കാരം, ഞാൻ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേ എന്ന യൂട്യൂബ് വീഡിയോസിലേക്ക്. ഡിഗ്രി കഴിഞ്ഞാൽ ഇനി എന്താണ് പരിപാടി? ഒന്നുകിൽ പഠനം അല്ലെങ്കിൽ ഒരു ജോലി. തൊഴിൽ അവസരങ്ങൾ എങ്ങനെ കണ്ടെത്താം, അതിനെങ്ങനെ തയ്യാറെടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ സാധാരണഗതിയിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ പറയാറുള്ളത്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തുടർ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കുവാൻ പറ്റിയ ഒരു കോഴ്സിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് IT രംഗത്തെ അനന്തമായ തൊഴിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ സഹായകരമായ ഒരു കോഴ്സിനെ കുറിച്ചാണ്. ഈ അവസരം മനസ്സിലാക്കുവാൻ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക, കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ല്. ഈ വീഡിയോ നിങ്ങൾക്ക് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം. ഈ വീഡിയോ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നൽകുന്ന സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലഭിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഡിഗ്രിക്കാർക്ക് IT രംഗത്തേക്ക് തിരിയുവാൻ പറ്റുന്ന രണ്ട് കോഴ്സുകളാണ് MSc കമ്പ്യൂട്ടർ സയൻസ്, മറ്റൊന്ന് MCA. MS പോലെയുള്ള കോഴ്സുകളുണ്ട്, എന്നാൽ അത് നമ്മുടെ കേരളത്തിൽ അത്ര പോപ്പുലർ അല്ല, അല്ലെ ലഭ്യമല്ല. MSc കമ്പ്യൂട്ടർ സയൻസ് കൂടുതലും ഒരു ടീച്ചിങ് ഓറിയൻറ്റഡ് ആണ്, ടീച്ചേഴ്സായിട്ട് പോകാൻ ഉള്ളവർക്കുള്ളതാണെങ്കിൽ MCAയുടെ ബെനിഫിറ്റ് അത് ടീച്ചിങ്ങിനും ഇൻഡസ്ട്രിയിലേക്കും പോകാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണ് MCA? മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. എന്താണ് ഇതിന് പോകാനുള്ള എലിജിബിലിറ്റി? 2 ഇയർ ലാറ്ററൽ MCA ഉണ്ട്. അതിന് വേണ്ട എലിജിബിലിറ്റി നിങ്ങൾ BCA പഠിച്ചവരാകണം, അല്ലെ BSc കമ്പ്യൂട്ടർ സയൻസോ ITയോ പഠിച്ചവരാകണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മെയിനായിട്ട് മറ്റെന്തെങ്കിലും കോഴ്സ് പഠിച്ചവരാകണം. അതിന് BCAക്ക് തുല്യമാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയണം. അതല്ലെങ്കിൽ 3 ഇയർ MCA ഉണ്ട്. അതിന് വേണ്ട എലിജിബിലിറ്റി എനി ഡിഗ്രിയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, +2നോ ഡിഗ്രിക്കോ നിങ്ങൾ മാത്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം. അതോടൊപ്പം 50% മാർക്സ് നിങ്ങൾക്ക് നേടിയിരിക്കണം എന്നുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കൂടെ ഇതിന് ഉണ്ട് എന്നുള്ള കാര്യം. എന്തുകൊണ്ട് ഒരു MCAക്ക് പോകണം? 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. MCA ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അതൊരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സാണ്. ഞാൻ നേരത്തെ സൂചിച്ചതുപോലെ MSc വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ആയിട്ടൊരു ടീച്ചർ ഓറിയൻറ്റേഷനാണ് ഉള്ളതെങ്കിൽ MCAക്ക് ടീച്ചിങ്, അതോടൊപ്പം ഇൻഡസ്ട്രി ഓറിയൻറ്റേഷൻ കൂടി ലഭിക്കും. ITയിലെ വ്യത്യസ്തമായ പല മേഖലകളിലേക്ക് പോകുവാനായിട്ട് ഒരു MCA കോഴ്സ് കൊണ്ട് സഹായകരമാകും. IT കമ്പനികളിലൊക്കെ പ്ലേസ്ഡ് ആയിട്ടുള്ള പല ഡിഗ്രി പിള്ളേരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഈ IT കമ്പനിയിൽ ജോയിൻ ചെയ്യണോ അതോ ഒരു MCAക്ക് പോകണോ എന്ന്. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്, നിങ്ങൾക്ക് ഒരു 2-3 കൊല്ലം കൂടി പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, സാമ്പത്തികമുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് ഒരു ഹയർ സ്റ്റഡിക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു MCAക്ക് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഭാവിയിൽ ഒരുപക്ഷെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാം, കാരണം എനിക്കൊരു PG ഇല്ലല്ലോ എന്നുള്ള കാര്യം. അതോടൊപ്പം ഒരു കാര്യം ഓർക്കുക, 1-2 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ PG പഠിക്കാൻ പോകാം എന്ന് ചിലർ പറയാറുണ്ട്. 2 കൊല്ലം ജോലി ചെയ്തതിന് ശേഷം PG പഠിക്കാമെന്ന്. എന്നാൽ അപ്പോഴുള്ളൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി, 2 കൊല്ലം പഠിച്ചതിന് ശേഷം 2 കൊല്ലം ജോലി ചെയ്തതിന് ശേഷം വീണ്ടും നാം പഠിത്തത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന് കഴിഞ്ഞു എന്ന് പലപ്പോഴും വരില്ല. അല്ലെങ്കിൽ അതേപോലെ ഒരു സ്ട്രോങ് വില്ല് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും പഠിത്തത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഫ്ലോ നഷ്ടപ്പെടാതെ ഡിഗ്രിക്ക് ശേഷം ഉടൻ തന്നെ PGക്ക് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത ചോദ്യം, MCA എവിടെ പഠിക്കും എന്നുള്ളതാണ്. അല്പം സ്വാർത്ഥതയോടെ പറയട്ടെ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ അധ്യാപകനായിരിക്കുന്ന കുട്ടിക്കാനം മെരിയൻ കോളേജാണ്. എന്തുകൊണ്ടാണ് ഞാൻ മെരിയൻ കോളേജ് സജസ്റ്റ് ചെയ്യുന്നത്? അതിന് 4-5 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാരണം, ഓട്ടോണമസ് കോളേജാണ് മെരിയൻ എന്നുള്ളതാണ്. എന്താണ് ഓട്ടോണമസ് അഡ്വാൻറ്റേജ്? മെരിയൻ കോളേജിലെ MCAയുടെ സിലബസ് ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളായ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ സ്റ്റോറേജ്,
അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയൊക്കെ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, ഇതൊക്കെ സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൂടാതെ സാധാരണ MCAകളിലൊന്നും സ്പെഷ്യലൈസേഷൻ കാണാറില്ല. എന്നാൽ മെരിയൻ കോളേജിലെ MCAകളിൽ നിങ്ങൾക്ക് 4 രംഗങ്ങളിൽ ഏതെങ്കിലും ഒരു രംഗത്ത് സ്പെഷ്യലൈസ് ചെയ്യാം. ഒന്നുകിൽ മൊബൈൽ ടെക്നോളജി, അതല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ്, അതുമല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ്, അതുമല്ലെങ്കിൽ ഡാറ്റ സയൻസ്. ഇങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രംഗങ്ങളിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നത് ഒരു വലിയ അഡ്വാൻറ്റേജാണ്. മറ്റൊരു ഓട്ടോണമസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൺ ടൈം എക്സാംസ് ആൻഡ് റിസൾട്ട് പബ്ലിക്കേഷൻ. മെരിയൻ MCA ഏകദേശം മാർച്ച് മാസത്തിൽ അതിൻ്റെ പരീക്ഷ നടക്കുകയും ഏപ്രിൽ മാസത്തോടെ റിസൾട്ട് വരികയും ചെയ്യും. എന്നാൽ നമുക്കറിയാം MG യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളുടെ MCAയുടെ പ്രൊജക്റ്റ് തീരുന്നത് നവംബർ മാസത്തിലാണ്. പിന്നീട് റിസൾട്ട് വീണ്ടും വൈകുകയും ചെയ്യും. അപ്പോൾ ഇത് ഒത്തിരി മുൻകൂട്ടി തന്നെ കോഴ്സ് തീരുന്നതിന് സഹായമാണ്. പ്രത്യേകിച്ച് ഈ ഓട്ടോണമസ് സ്ട്രീമിലുള്ള MCAകളുടെ അവസാന സെമിസ്റ്റർ ഒരു ഇൻറ്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MCA പാസ് ഔട്ട് ആകുന്നവരെക്കാൾ ഏകദേശം 1 വർഷം മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിലൂടെ കമ്പനികളിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒത്തിരി സമയം ലാഭിക്കുന്നതിന് ഈ ഒരു MCA ഉപകാരപ്രദമായിരിക്കും. രണ്ടാമത്തെ കാര്യം ഹൈ പ്ലേസ്മെൻറ്റ്സ് എന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ്സ് നടക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊന്നാണ് കുട്ടിക്കാനം മെരിയൻ കോളേജ്. ഇവിടുത്തെ MCA വിദ്യാർത്ഥികൾക്ക് ഒട്ടനവധി അവസരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അലൂമിനി നല്ലൊരു പങ്ക് കുട്ടികളും ഉയർന്ന വലിയ IT കമ്പനികളിലാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. ഞാനാണ് MCAയുടെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അവസരങ്ങൾ എനിക്ക് അഷ്വർ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ എന്നുള്ളതാണ്. ഒത്തിരി ഇൻഡസ്ട്രി എക്സ്പേർട്സ് മെരിയനിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് മെരിയൻ്റെ സിലബസ് പ്രിപ്പറേഷന് ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ ഇൻപുട്സ് ലഭിക്കാറുണ്ട്. ഇൻഡസ്ട്രി എക്സ്പേർട്സ് ക്ലാസ്സുകൾക്കായിട്ട് മെരിയൻ ക്യാമ്പസിൽ വരാറുണ്ട്. ഇൻഡസ്ട്രിയൽ വിസിറ്റുകളായിട്ട് കുട്ടികൾ ക്യാമ്പസ് പല കമ്പനികളിലേക്ക് പോകാറുണ്ട്. അതേപോലെ മെരിയനിലുള്ള ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് നല്ല നിലയിലുള്ള മെൻറ്ററിങ് ലഭ്യമാവുന്നുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് ഇൻറ്റേൺഷിപ്പ്. മെരിയൻ കോളേജിലെ MCA സ്റ്റുഡൻസ് അവസാന സെമിസ്റ്ററിൽ കമ്പനികളിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു. ഈ ഇൻറ്റേൺഷിപ്പിലൂടെ അവർ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നു. അതിലുപരി അതിലൂടെ തന്നെ അതാത് കമ്പനികളിലേക്ക് ജോലിയിലേക്ക് കയറുവാനും അവർക്ക് സാധിക്കുന്നു. MCAയുടെ മറ്റ് ചില പ്രത്യേകതകളാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. മെരിയനിൽ അത് കൂടുതലായി നടത്തപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിയേറ്റീവ് സ്റ്റുഡിയോ പോലെയുള്ള ബൂട്ട് ക്യാമ്പുകൾ MCA വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തപ്പെടുന്നു. പൈൻ മരങ്ങൾക്കിടയിലൂടെ ഉള്ള വോക്ക് ആൻഡ് ടോക്ക് എന്ന വളരെ നൂതനമായ ഒരു ആശയം മെരിയൻ MCA പ്രാവർത്തികമാക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ഒത്തിരി കാര്യങ്ങൾ. ക്ലാസ്സുകൾ രാത്രി 8 മണി വരെയാണ് ഇവിടെ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത്. രാത്രി 8 മണി എന്ന് പറയുമ്പോൾ ക്ഷീണിക്കും എന്നൊന്നും ചിന്തിക്കേണ്ട. കാരണം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് കുട്ടിക്കാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാത്രി 8 മണി വരെ ക്ലാസ്സുകൾ കുട്ടികൾ വളരെ ആസ്വാദ്യമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ റിവ്യൂവിൻ്റെ ടോപ്പ് 10 പ്രോമിസിംഗ് MCA കോളേജസ് ഇൻ ഇന്ത്യ എന്ന പദവി ലഭിച്ച കോളേജാണ് മെരിയൻ കോളേജ് കുട്ടിക്കാനം MCA പ്രോഗ്രാം. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ലിനക്സ് കമ്പനിയായ റെഡ് ഹാറ്റിൻ്റെ അക്കാഡമി ഓഫ് ദ ഇയർ അവാർഡ് കഴിഞ്ഞ വർഷം മെരിയൻ കോളേജിനാണ് ലഭിക്കുകയുണ്ടായത്. മെരിയൻ കോളേജിൻ്റെ MCAക്കാണ് ലഭിക്കുകയുണ്ടായത്. മെരിയൻ കോളേജ് കുട്ടിക്കാനം എന്നത് യങ്ങസ്റ്റ് ഓട്ടോണമസ് കോളേജാണ്. ഇതൊരു NAC A ഗ്രേഡ് കോളേജാണ്. മറ്റ് ചില പ്രത്യേകതകൾ പറഞ്ഞാൽ 24 hours ഓപ്പൺ ലാബ്, കമ്പ്യൂട്ടർ ലാബുണ്ട്. ലൈബ്രറി എന്നത് രാത്രി 10 മണി വരെ ഓപ്പൺ ആണ്. അതൊരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ലൈബ്രറിയാണ്. അതേപോലെ വളരെ സുന്ദരമായ ഒരു അന്തരീക്ഷം, കാലാവസ്ഥയൊക്കെയുള്ള ഒരു കോളേജാണ്. പൊളിറ്റിക്സ് ഫ്രീ ക്യാമ്പസാണ്. ഇനി MCAക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കും. MCAക്ക് നോർമൽ ഫീസ് മാത്രമേ ഉള്ളൂ മെരിയൻ കോളേജിൽ.
അതേപോലെ തന്നെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് കൂടുതൽ സ്കോളർഷിപ്പുകളൊക്കെ ലഭ്യമാണ്. MCAക്ക് 2 ബാച്ചുകൾ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകളും അവിടെ ലഭ്യമാണ് എന്നുള്ള കാര്യം ഓർക്കുക. മെരിയൻ കോളേജ് എന്നത് കുട്ടിക്കാനത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇടുക്കി ജില്ലയാണ്. കോട്ടയത്ത് നിന്ന് ഏകദേശം 70 കിലോമീറ്റർ നാഷണൽ ഹൈവേയിലാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ അഡ്മിഷനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മെരിയൻ കോളേജിൻ്റെ വെബ്സൈറ്റ് mediancollege.org സന്ദർശിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്ന മൊബൈൽ നമ്പറിൽ കോളേജുമായി ബന്ധപ്പെടാം. അതുമല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടതിനുള്ള നന്ദി അറിയിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.